Welcome back to our channel. Updated new version designs. Scientific designing. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഡിഫോഗായിട്ടാണ് വന്നേക്കുന്നത്. ഇന്നിപ്പോൾ നമ്മളെല്ലാവരും സിമെൻറ്റ് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. സിമെൻറ്റ് ടെക്സ്റ്റർ മാറി നമ്മൾ ഡിഫോഗിലോട്ട് മാറിയേക്കുന്നത്. അപ്പോൾ എന്താണ് ഡിഫോഗ്, എന്താണ് സിമെൻറ്റ് ടെക്സ്റ്റർ? രണ്ട് സാധനമുണ്ട്, രണ്ട് ഡിസൈൻസാണ്, രണ്ട് ക്വാളിറ്റിയാണ്, ആ ക്ലാരിറ്റിയാണ്. എല്ലാം കൂടി നോക്കുമ്പോൾ ഡിഫോഗും സിമെൻറ്റ് ടെക്സ്റ്ററും രണ്ട് തലത്തിൽപ്പെട്ട പ്രൊഡക്റ്റുകളാണ്. പക്ഷേ നമുക്ക് ഡിഫോഗിൽ സിമെൻറ്റ് ടെക്സ്റ്റർ ചെയ്യാം. പക്ഷേ ആ ഒരു കാണുന്ന ആ ഒരു സിമെൻറ്റ് ടെക്സ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. കാരണം ഡിഫോഗിൽ സിമെൻറ്റ് ടെക്സ്റ്റർ ചെയ്യുമ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കാരണം അതിൻ്റെ പാറ്റേൺസ് വരുന്ന ആ ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. പിന്നെ ഇടാനാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടില്ല, കാര്യങ്ങളില്ല, നല്ല സോഫ്റ്റ് ഫീലും ഫിനിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, സിമെൻറ്റ് ടെക്സ്റ്റർ വേറെയാണ്, ഡിഫോഗ് വേറെയാണ്, രണ്ടാണ്. പിന്നെ ഡിഫോഗ് വെച്ച് നമുക്ക് പുതിയൊരു പാറ്റേൺസ് നമ്മൾ ഇറക്കുന്നുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നിങ്ങൾ സ്റ്റേ ട്യൂണായിട്ട് ഇരിക്കുക. അടുത്ത വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഡിഫോഗിൽ വരുന്ന പുതിയ പാറ്റേൺസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കിട്ടിയേക്കണ വാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഹൈറ്റ് വാൾ വരണം, ഒരു ലിവിങ്ങിലെ വാളാണ്, ലിക്വിഡ് വാൾപേപ്പർ ചെയ്തിട്ടേച്ച വാളാണ്. അപ്പോൾ ആ ലിക്വിഡ് വാൾപേപ്പറൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതിൻ്റെ ആ കോട്ടനൊക്കെ നമ്മൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ലിക്വിഡ് വാൾപേപ്പർ ചെയ്യുന്നവർക്ക് പിന്നീട് ബുദ്ധിമുട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോട്ടൺ വിട്ടുവരച്ച പാടാണ്. വെള്ളം നനച്ച് നന്നായിട്ട് തുടച്ചങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പോരും കേട്ടോ, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ ലിവിങ്ങിലെ വാളിലൊരു ക്രാക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ക്രാക്കിൻ്റെ അവിടെ നിന്നോട്ട് ഇട്ടാൽ തുടങ്ങുന്നത്. ക്രാക്കിൽ പുട്ടിയൊക്കെ കിടപ്പുണ്ട്, എന്നാൽ കൂടി അതിൻ്റെ മുകളിൽ കൂടി ഞങ്ങളുടെ ഈ ഡിഫോഗിൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ് ഇടുന്നത്. കാരണം അത് കവറായി പോയില്ലെന്ന് നമുക്ക് നോക്കാം. ലാസ്റ്റ് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും വീഡിയോസ് കാണുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ കവറേജ്, അപ്പോൾ എല്ലാവരും ചോദിക്കേണ്ട കാര്യം എന്താണ് ബേസ് അടിക്കാത്തതെന്ന്. ഡിഫോഗിന് എനിക്ക് തോന്നുന്നു ബേസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേസ് അടിക്കാം, ഇല്ലെങ്കിൽ ബേസ് അടിക്കേണ്ട. അത് ഓരോരുത്തരുടെ ഓപ്ഷനാണ്. പക്ഷേ ഡിഫോഗിൽ അത്യാവശ്യം കവറേജ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബേസ് അടിക്കാൻ നിന്നില്ല. പിന്നെ ഇതിൽ ലിക്വിഡ് വാൾപേപ്പർ ചെയ്തേക്കണം, കാരണം ബേസ് അടി നടക്കില്ല, കാരണം വെള്ളം നനച്ചാണ് തുടച്ചേക്കണത്. അപ്പോൾ പിന്നെ ബേസ് അടിച്ച് ഉണങ്ങി നമുക്ക് സമയമില്ല, ഒരു ദിവസം പണിയുള്ളൂ. ആകെ 210 സ്ക്വയർ ഫീറ്റാണ് 2 ആളും കൂടി വരുന്നത്. അപ്പോൾ അത് ചെയ്തെടുക്കണം. ഡിഫോഗ് എങ്ങനെയുണ്ട്, ശരിക്കും ഒരു വലിയ വർക്കായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ഓൾറെഡി FBയിലൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഡിഫോഗിൽ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡിഫോഗിൻ്റെ സിമെൻറ്റ് ടെക്സ്റ്റർ, അതാണ് ഇന്നത്തെ വീഡിയോസ്. പക്ഷേ സിമെൻറ്റ് ടെക്സ്റ്റർ അത് നേരിട്ട് തന്നെ കാണണം. വീഡിയോസിൽ എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ ഒരു വീഡിയോസ് കാണുന്നവർക്ക് തോന്നും ഇത് സിമെൻറ്റ് ടെക്സ്റ്റർ അല്ലേ, സിമെൻറ്റ് ടെക്സ്റ്റർ പോലെ എനിക്ക്. പക്ഷേ ശരിക്കും ലൈവിൽ കാണണം. ലൈവിൽ ഈ സിമെൻറ്റ് ടെക്സ്റ്റർ ചെയ്യുന്ന ഒരു ഡിഫോഗ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രത്തോളം അതിൻ്റെ ഇത്. കാരണം ഫോഗൊക്കെ, അതായത് ആ ഡിസൈൻസൊക്കെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പക്കാ സ്റ്റാൻഡേർഡാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ സിമെൻറ്റ് ടെക്സ്റ്ററിൽ ഇങ്ങനെ പാച്ച് വർക്കോ അല്ലെങ്കിൽ തള്ളി പിടിച്ചും അതുപോലെ ഒരു ടെക്സ്റ്റർ പോലെ ഫീൽ ചെയ്യണതൊന്നും ഡിഫോഗിൽ ഉണ്ടാവില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ചെയ്യുന്ന വർക്കറും അതുപോലെ തന്നെ ആയിരിക്കണം. ഡിഫോഗ് ചെയ്യുമ്പോൾ ഇച്ചിരി പഠിച്ചിട്ട് തന്നെ ചെയ്യണം. സിമെൻറ്റ് ടെക്സ്റ്റർ ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ക്ലാരിറ്റി കിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഇച്ചിരി ബെസ്റ്റായിട്ട് ചെയ്യുന്നതാണ്. പെർഫെക്ഷൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഹാളിൽ നമ്മളൊരു ഡാർക്ക് കളറും ഡബിൾ ഹൈറ്റിലുള്ള ഒരു മീഡിയം കളറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഡാർക്ക് കളറാണെങ്കിൽ കൂടി ആ ഒരു ഫോഗ് അടിപൊളിയാണ്. നമ്മളൊരു മഞ്ഞ് മൂടി കിടക്കണ പോലുള്ളൊരു ഫീലൊക്കെ ആയിരിക്കും അതിൽ കിടക്കുന്നത്. അതുകൊണ്ട് സിമെൻറ്റ് ടെക്സ്റ്ററിൻ്റെ ഫീൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചെയ്യണവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസം ഡിഫറൻ്റായിട്ട് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഡിഫോഗ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ്. നിങ്ങൾ ഫോഗ് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ചെയ്യുന്നവർക്ക് ഇത് നന്നായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവും. മറ്റുള്ള കാര്യം എനിക്കറിയാൻ പാടില്ല. നല്ല എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഡിഫോഗ് കണ്ടാൽ മനസ്സിലാവും ഡിഫറെൻ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അതുമാത്രമല്ല, ഇത് സമയം കിട്ടുന്നുണ്ട്. നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഉണങ്ങാനുള്ള ടൈം കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഉണങ്ങി പോയി കഴിഞ്ഞാൽ നമ്മൾ ധൃതി പിടിക്കുകയും പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്ത് സ്പീഡ് കൂട്ടുകയും ജോയിൻ്റ് അടിക്കുകയും പിന്നെ അത് പാച്ച് വർക്കായിട്ട് മാറുക, അങ്ങനെ കുറേ പ്രോബ്ലംസ് വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇച്ചിരി ടൈം എടുത്ത് ഉണങ്ങുക, കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ബ്ലേഡിൽ സെറ്റായി പിടിച്ച് അങ്ങനെ ഇരിക്കുക, ആ ഒരു പരിപാടിയൊന്നുമില്ല. ഈസി ആയിട്ട് ബ്ലേഡൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് വർക്കുകൾ ചെയ്തു പോകും. കാരണം ബ്ലേഡിൽ ഒട്ടിപ്പിടിച്ച് നമ്മൾ ബ്ലേഡ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി മാറി നിൽക്കണം. ഇനി ചെയ്യി കഴിഞ്ഞാലും ബ്ലേഡിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ സാധനം പറ്റി പിടിച്ചിരിക്കുന്നതുകൊണ്ട് വര വീഴുക, ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ സിമെൻറ്റ് ടെക്സ്റ്റർ ചെയ്യുമ്പോൾ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ആ ഡിഫോഗിന് ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളിന്ന് വന്നേക്കുന്നത് തൃപ്രയാർ ഭാഗത്താണ് വർക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വർക്കാണ്. അപ്പോൾ പുള്ളി പറഞ്ഞിട്ട് ഞങ്ങൾ വന്ന് വർക്ക് ചെയ്ത് കൊടുത്താണ്. ഒരു ഹാളും ഒരു ഡബിൾ ഹൈറ്റ് വാളും. അപ്പോൾ വന്ന് ചെയ്ത് 2 വാളിലും ലിക്വിഡ് വാൾപേപ്പർ ചെയ്താണ് കേട്ടോ. ലാസ്റ്റ് സ്റ്റേജ് നോക്കിയോ, ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത് നമ്മൾ മീഡിയം കളറാണ് കേട്ടോ. മീഡിയം കളറൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് വന്നേക്കുന്നത്.
ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ആളുകൾക്കത് ഇവനൊന്നും രക്ഷയില്ല, ഇവനെല്ലാം അടിപൊളിയാണ് എന്നൊക്കെ കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. ഞാൻ FBയിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടാണ് പല ആളുകളും ഇന്ന് വർക്ക് ചെയ്തുകൊണ്ട് നടക്കുന്നത്. അന്ന് നമ്മളെ കുറ്റം പറഞ്ഞവർ നമ്മുടെ അതേ പാത പിന്തുടർന്ന് വർക്ക് ചെയ്യുന്നവരാണ് ഇന്ന് 90% ആൾക്കാരും. അപ്പോൾ അവരോടൊന്നും നമുക്കൊന്നും പറയാനൊന്നുമില്ല. കാണേണ്ടവർ കാണുക, എടുക്കേണ്ടവർ എടുക്കുക, ചെയ്യേണ്ടവർ ചെയ്യുക. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് നീറ്റായിട്ടുണ്ട്. ഡബിൾ 8 കണ്ട പൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഇതാണ് D4ൻ്റെ ഫിനിഷ് വേണ്ടത്. നമുക്ക് D4 സിമെൻറ്റ് ടെക്സ്ചർ. D4ൻ്റെ വേറൊരു പാറ്റേൺ ഉണ്ട്, പോളി എന്ന് പറഞ്ഞാൽ പോളി പാറ്റേൺസ്. ഇനി നമ്മൾ ട്രെൻഡാകാൻ പോകുന്ന പുതിയ പാറ്റേണാണ്. ആ D4 മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സിമെൻറ്റ് ടെക്സ്ചറിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ വർക്കൗട്ടല്ല. ചിലപ്പോൾ ആ മെറ്റീരിയൽസ് തമ്മിലുള്ള ഡിഫറൻറ്റ് കൊണ്ടായിരിക്കാം. D4 പക്ഷേ വർക്കിംഗ് ആണ്, അടിപൊളിയാണ്. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ട്രെൻഡിങ് പാറ്റേൺ ആണ്. അപ്പോൾ അത് വേറെ ലെവലിലോട്ട് നമ്മളെ കൊണ്ടുപോകും. നമുക്ക് പുതിയ അപ്ഡേറ്റ്സിലോട്ട് മാറാം. കാരണം നമ്മൾ എന്നും ഒരേ തലത്തിൽ മാത്രം നിൽക്കേണ്ട. കസ്റ്റമർ ആണെങ്കിലും ഡിഫറൻറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻറ്റ് നമുക്ക് എന്തായാലും കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതാണ് പുതിയ പാറ്റേൺസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. നമ്മൾ D4 ചെയ്ത് നോക്കിയിട്ട് അത് സക്സസ് ആയിട്ടുള്ളൂ. നമ്മൾ സിമെൻറ്റ് ടെക്സ്ചറിൽ സക്സസ് ആയിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ലൈക്കൊക്കെ അടിച്ച് ഷെയറൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്തേക്കും. ഓക്കെ, ബൈ.